നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ആ ആദിശേഷന്റെ മാതാ ഉത്തരമല്ലോ. പോയി വരൂ. നാഗമാത, നിങ്ങളുടെ തപസ്സിന് ഫലം ലഭിച്ചിരിക്കുന്നു. നാഗമാണിക്യം നാഗലോകത്തിനായി വന്നു ചേർന്നു. ഇപ്പൊ നാഗമാണിക്യം നാഗലോകത്തിന്റെ സ്വത്താണ് നാഗമാത. ശിവാനി, നീ എന്തായി പറയുന്നേ? നാഗമാണിക്യം നമ്മുടേതായി കഴിഞ്ഞെന്നോ? അങ്ങനെയാണെങ്കിൽ എവിടെ എന്റെ മകൻ ആദിശേഷൻ? ആദിശേഷൻ വന്നില്ല നാഗമാത. ആദിശേഷൻ വന്നില്ലെന്നോ? നാഗമാണിക്യം ലഭിച്ചത് സത്യമാണെങ്കിൽ ഈ നാഗലോകത്തേക്ക് ആദിശേഷനാണ് നിന്നെ കൂട്ടിക്കൊണ്ടുവരേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നീ മാത്രം വന്നു എന്നാണെങ്കിൽ എന്താണ് അതിനർത്ഥം? ആദിശേഷൻ എന്താണ് വരാഞ്ഞത്? അവൻ ഓർമ്മ വരാതെ എങ്ങനെയാണ് അവൻ നാഗലോകത്തേക്ക് വരിക നാഗമാത? ആദിശേഷന് പൂർവ്വജന്മത്തിലെ ഒരു ഓർമ്മയും ഇല്ല. അവന്റെ കണ്ണിൽ ദൃഷ്ടി പതിപ്പിച്ചിട്ടും അവനൊന്നും തന്നെ ഓർമ്മ വന്നില്ല. നാഗമാണിക്യം ആദിശേഷന്റെ വയറ്റിൽ ചെന്നാൽ ഉടൻ തന്നെ ആദിശേഷന് കഴിഞ്ഞ ഓർമ്മകളെല്ലാം തിരികെ വരേണ്ടതാണല്ലോ. നാഗമാണിക്യം ആദിശേഷന്റെ ദേഹത്ത് അതിന്റെ പ്രകാശം സ്തംഭിക്കുന്നതിന് മുൻപ് പ്രവേശിച്ചില്ലായിരുന്നോ? ശരിയായ സമയത്ത് തന്നെ ആദിശേഷൻ അവിടേക്ക് വന്നില്ലായിരുന്നോ? വന്നിരുന്നു നാഗമാത. പക്ഷെ നാഗമാണിക്യം ആദിശേഷന്റെ ശരീരത്തിൽ ചേർന്നില്ല, എന്റെ ശരീരത്തിലാണ് ചേർന്നത്. എന്ത് കാര്യമാണ് നീ ചെയ്തത് ശിവാനി? എന്ത് തെറ്റാണ് നീ ചെയ്തത്? നാഗമാണിക്യം നാഗരാജാവിന്റെ സ്വന്തമാണ്, നാഗിനിയുടെ സ്വന്തമല്ല. അപ്പോ വേറെ വഴിയില്ലായിരുന്നു നാഗമാത. നാഗമാണിക്യം ശത്രുക്കളുടെ വശം പോവരുതെന്ന് കരുതി ഞാൻ തന്നെ അത് വിഴുങ്ങിപ്പോയി. നാഗരാജാവിന്റെ ശരീരത്ത് ചെല്ലേണ്ട നാഗമാണിക്യം നീ വിഴുങ്ങിക്കഴിഞ്ഞാൽ ആദിശേഷന് സംഭവിക്കുന്ന മാറ്റങ്ങൾ വേറെയാണ്. നിനക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും വേറെയായിരിക്കും. അതിനേക്കാൾ ഉപരി ഈ നാഗലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളും വേറെയായിരിക്കും. പക്ഷേ അതൊരിക്കലും സാധാരണയായ മാറ്റങ്ങളായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് നീ അറിയാതെയാണെങ്കിലും ചെയ്തു പോയ തെറ്റിന് ഘോരമായ അപായം കാത്തിരിക്കുന്നു ശിവാനി. അപ്പോ നാഗമാത, സാവകാശം നിനക്ക് തന്നെ എല്ലാം മനസ്സിലായിക്കോളൂ. പൊയ്ക്കോളൂ, നീ ഇപ്പൊ തന്നെ ഭൂമിയിലേക്ക് പൊയ്ക്കോളൂ. എല്ലാം ശരിയാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചോളൂ. നന്മയുണ്ടാകട്ടെ. പരമേശ്വര, എന്തു വലിയ തെറ്റാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. കാത്തുകൊള്ളണേ ഭഗവാനെ, കാത്തുകൊള്ളണേ. മുതലാളി, നീ എവിടേക്കാണ് പോയത്? നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ സ്നേഹിതരേക്കാൾ കൂടുതൽ ഞാൻ നിന്നെയല്ലേ വിശ്വസിച്ചത്. അതെന്തുകൊണ്ടാണെന്നറിയോ? നീ വിശ്വസ്തനായതുകൊണ്ടാ. എന്നിട്ട് നീ ചെയ്തതെന്താ? ഞാൻ അപകടത്തിൽപ്പെട്ടപ്പോ നീ നിന്റെ ജീവനം കൊണ്ട് ഓടിയല്ലേ? ഞാൻ എന്തിനാ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്? എനിക്കൊരു അപകടം സംഭവിച്ചാൽ സഹായിക്കാൻ വേണ്ടിയല്ലേ? എന്നിട്ട് നീ കാണിച്ചതെന്താ? ഞാൻ ഒച്ച വെച്ച് വിളിച്ചിട്ടും വന്നോ നീ? എടാ, നീ വന്നോന്ന്? സ്വന്തം ജീവൻ
എന്റെ ജീവനേക്കാൾ വലുതാണെന്ന് വിചാരിച്ച് ഓടിയല്ലേ? അല്ല മുതലാളി, ഞാൻ എങ്ങോട്ട് ഓടിയില്ല, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നിട്ടും നീ നാടകം കാണുകയായിരുന്നു. അല്ല മുതലാളി, ഞാൻ അകത്തോട്ട് വരാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാ. ആ സമയം ഏതോ ഒരു ശക്തി എന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ടാ. ഞാൻ കുതിര നോക്കി, അലറി നോക്കി, എന്നിട്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഞാൻ അങ്ങേ എന്റെ പ്രാണനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ പ്രാണം പോയാലും മുതലാളിക്കൊന്നും സംഭവിക്കരുതെന്ന് മാത്രം എന്റെ പ്രാർത്ഥന. അങ്ങനെയുള്ള എനിക്ക് ഓടിപ്പോകാൻ കഴിയോ മുതലാളി എന്ന് പറ. ഇപ്പൊ നേരി കണ്ടതിന് ശേഷമാ എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. അവിടെ എന്താ ഉണ്ടായത് മുതലാളി? നാഗമാണിക്യം കൈവിട്ടു പോയിടാ. അവസാന നിമിഷത്തിൽ നമ്മൾ ചെയ്ത പ്രയത്നങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. നാഗമാണിക്യം നാഗറാണി കൈക്കലാക്കി. അപ്പോഴിനി നാഗമാണിക്യം നാഗറാണി അത് വിഴുങ്ങിക്കളഞ്ഞു. എങ്കിലും ഞാൻ കൈകെട്ടിയിരിക്കാനൊന്നും പോകുന്നില്ല. ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല നന്ദീശ. അവളുടെ വയറ് കീറിയിട്ടാണെങ്കിലും ശരി, ഞാൻ നാഗമാണിക്യം സ്വന്തമാക്കിയിരിക്കും. ഉടനെ തന്നെ അതിനുള്ള വഴി കണ്ടെത്തണം. അവളുടെ വയറ് കീറി മുറിച്ചിട്ടാണെങ്കിലും നാഗമാണിക്ക് എടുക്കുമെന്ന് പറയുന്നു. അതിനർത്ഥം നാഗറാണി ആരാണെന്നും അവൾ എവിടെയുണ്ടെന്നും ഇങ്ങേർക്ക് കൃത്യമായിട്ട് അറിയാം. അതാരാണെന്ന് എനിക്കും കണ്ടുപിടിച്ചേ പറ്റൂ. പരമേശ്വര, ഇതെന്ത് ലീലയാണ്? എന്റെ എല്ലാ ശ്രമങ്ങളും വെറുതെ ആയി പോയല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണോ? എന്റെ ആദിശേഷന് പൂർവ്വജന്മത്തിലെ ഓർമ്മകൾ വരാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം പരമേശ്വര? ഹായ് ശിവാനി, ഇതെന്തു പറ്റി? എന്റെ സ്വീറ്റിയുടെ മുഖത്ത് ഒരു സ്വീറ്റ്ലെസ് ഫീല്. ഒന്നുമില്ല ശിവാനി, മുഖം മനസ്സിന്റെ കണ്ണാടിയാ. അവിടെ എന്ത് ഫീലാണോ ഉള്ളത് അത് ഇവിടെ പ്രൊജക്ട് ആയിക്കൊണ്ടേയിരിക്കും. എന്ത് പറ്റി ശിവാനി? എന്താണ് വിഷമം? രാവിലെ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? അല്ല, എന്തോ സർപ്രൈസ് തരുമെന്നൊക്കെ പറഞ്ഞിട്ട്, എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്നും വർക്കൗട്ട് ആയില്ലേ? ഓഹോ, അതിന്റെ വിഷമത്തിലിരിക്കുക. നിന്റെ ഈ മുഖത്ത് പൗർണമിയാണ് വേണ്ടത്, അല്ലാതെ അമാവാസിയല്ല. ശിവാനി, നീ എനിക്ക് എന്ത് തന്നെ സർപ്രൈസ് തന്നാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ എനിക്ക് നീയാണ് പ്രധാനം. നീ തരുന്ന ഒരു സർപ്രൈസും അല്ല ശിവാനി. നിനക്ക് ഞാനും എനിക്ക് നീയും, അതാണ് നമ്മുടെ ലോകം. നോക്ക്, നീ എന്നോട് ദേഷ്യപ്പെട്ടിരുന്നാലും കുഴപ്പമില്ല, എന്നാൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നെ കൊണ്ട് സഹിക്കാൻ സാധിക്കില്ല ശിവാനി. എനിക്കും ഈ ദിവസേ വളരെ സ്പെഷ്യലാണ്. ഇന്നെന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും ഉള്ള ഉത്തരം കിട്ടുമെന്ന് കരുതിയിരുന്നു, എന്നാൽ ഒന്നും കിട്ടിയില്ല. പക്ഷെ എനിക്കതിൽ വിഷമമൊന്നുമില്ല. നീ എന്റെ അടുത്തുണ്ടെങ്കിലേ ആ വിഷമൊക്കെ എന്റെ അടുത്തുനിന്ന് വിട്ട് അകന്നു പൊക്കോളും. പിന്നെ എനിക്കെന്താ കുഴപ്പം? നാഗമാണിക്യം കിട്ടി, എന്നാൽ എന്റെ ആദിശേഷനെ കിട്ടിയില്ലല്ലോ. ഇന്ന് ഞാൻ കരുതിയത് പോലെ എല്ലാം നടന്നിരുന്നെങ്കിൽ നമ്മുടെ ജന്മത്തിൽ വിഷമത്തിന് സ്ഥാനമുണ്ടാവില്ലായിരുന്നു ആദിശേഷം. ഏയ് ശിവാനി, എന്തിനാ നീ ഇത്രമാത്രം വിഷമിച്ചിരിക്കുന്നത്? നോക്കി, നീ ആഗ്രഹിക്കുന്നതെല്ലാം ഉറപ്പായിട്ട് നടക്കും. ഓക്കെ അല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് നടക്കും. ശരി, വാ കിടക്കാം. കിടക്കാമേ. എനിക്കും വിഷമമുണ്ട് ശിവാനി. എല്ലാത്തിനും ഉത്തരം കിട്ടുമെന്ന് കരുതിയിരുന്നു. എന്റെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം കിട്ടുമെന്ന് കരുതിയിരുന്നു. ഇന്ന് എന്തൊക്കെയോ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ വിചാരിച്ചു ഒന്നും സംഭവിച്ചില്ല. ശിവാനിക്ക് സമാധാനാവട്ടെ എന്ന് കരുതി എന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം ഞാൻ അവളോട് പറഞ്ഞില്ല. എങ്ങനെ പറയാനാ? എനിക്ക് ഉത്തരം എവിടെ നിന്ന് ലഭിക്കാനാ? സ്വാമിജി, സ്വാമിജി, എനിക്ക് വേണ്ട ഉത്തരം തരാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. സ്വാമിജി, അങ്ങ് എവിടെയാണുള്ളത്? സ്വാമിജി എവിടെയാ? ജയ് ഭോലേനാഥ്! വന്നോ നീ? ഉത്തരം ലഭിക്കാതെ ഇളകിമറിയുന്ന മനസ്സുമായി സമാധാനത്തിനു വേണ്ടി വന്നതാണോ നീ?
പൂർണ്ണ അമാവാസിയുടെ വെളിച്ചമെല്ലാം കർക്കോടക അമാവാസി വിഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി വന്നതാണോ നീ? ജയ് ഭോലേനാഥ്. സ്വാമിജി, അങ്ങയുടെ സംസാരത്തിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. അല്ല, ഈ അമാവാസിയിൽ എനിക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലാവും, എന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ? എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. എന്റെ മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഓർമ്മകൾ എന്തൊക്കെയാ? എനിക്കുള്ള സംശയങ്ങൾക്ക് പരിഹാരം എന്താ സ്വാമിജി? അങ്ങ് എന്താ ഈ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ദയവേത് മനസ്സിലാവുന്ന പോലെ പറഞ്ഞതാ പ്ലീസ്. നിന്റെ മനസ്സിനെ അലട്ടുന്ന ചിത്രങ്ങൾ വെറും ചിത്രങ്ങളല്ല, സത്യങ്ങളാണ്. ശാപത്തിന്റെ കലശങ്ങളേന്തി ഉറങ്ങിക്കിടക്കുന്ന നിന്റെ മാത്രം സത്യങ്ങൾ. എല്ലാ സംശയങ്ങളും നിന്റെ വെറും ചോദ്യങ്ങളല്ല, നിനക്ക് വേണ്ട ഉത്തരങ്ങളാണതെല്ലാം. ജയ് ഭോലേനാഥ്. സ്വാമി, അങ്ങ് പറയുന്നത് മനസ്സിലാക്കാനുള്ള അത്രയ്ക്ക് ജ്ഞാനം എനിക്കില്ല. ദയവേത് എനിക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞതാ. നീ ആ ശിവാംശ സംഭൂതനാണ്. അവൾ ആ മഹാദേവിയുടെ വരപ്രസാദമാണ്. നിങ്ങൾ ഇരുവരും ചേർന്നാൽ അർദ്ധനാരീശ്വരനാണ്. ജയ് ഭോലേനാഥ്. അർദ്ധാംഗനിയുടെ ദേഹത്തിൽ ഒളിച്ചിരിക്കുന്നത് നീ തേടിക്കൊണ്ടുവന്ന സത്യമാണ്. ശരീരത്തിലുള്ള ശക്തിക്ക് വെളിച്ചം വരുമ്പോൾ, ആ വെളിച്ചം നിന്റെ കണ്ണുകളിൽ വീഴുമ്പോൾ അത് നിനക്ക് വഴി കാട്ടിത്തരും. സത്യം കാണും നീ, ഉത്തരവും ലഭിക്കും നിനക്ക്. ജയ് ഭോലേനാഥ്. ഇത് നാഗമാണിക്യത്തിന്റെ പ്രകാശമല്ലേ? ഇതെന്താ ഇവിടെ പ്രകാശിക്കുന്നത്? വായിച്ചാതാരി നാഗറാണി തന്റെ വയറ്റിൽ നിന്നും നാഗമാണിക്യം പുറത്തെടുത്ത് കാണുവോ? നാഗറാണി നാഗമാണിക്യം പുറത്തെടുത്തിരിക്കുന്നത് സത്യമാണെങ്കിൽ അത് ഞാൻ ഇപ്പൊ തന്നെ സ്വന്തമാക്കിയേ പറ്റൂ. ആരെങ്കിലും ഈ വെളിച്ചം കണ്ട പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഇതെവിടെ നിന്നാ ഈ പ്രകാശം വരുന്നത്? എല്ലാവരും ഉറങ്ങിയ തക്കം നോക്കി നാഗറാണി മിക്കവാറും നാഗമാണിക്യം പുറത്തെടുത്തതായിരിക്കും. ഈ അവസരം ഞാൻ മിസ് ചെയ്യാൻ പാടില്ല. നാഗമാണിക്യം നാഗറാണിയുടെ വയറ്റിലുണ്ടല്ലോ. ഇത് പിന്നെങ്ങനെയാ പ്രകാശിക്കുന്നത്? അതെങ്ങനെയാ ഒന്ന് പുറത്തെടുക്ക? എന്താ ഞാനിപ്പോ ചെയ്യാ? ഇല്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. 24 വർഷങ്ങളായുള്ള എന്റെ സ്വപ്നം, എന്റെ ലക്ഷ്യം, അത് ഞാൻ നാഗറാണിയെ അനുഭവിക്കാൻ സമ്മതിക്കില്ല. അവളുടെ വയറ് കീറിയിട്ടാണെങ്കിലും നാഗമാണിക്യം ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഇന്നലെ പൂജയൊക്കെ നന്നായിട്ട് നടന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. വീണേ, ഇങ്ങ് വന്നേ. എപ്പ നോക്കിയാൽ ഈ ഫോണിൽ നോക്കി നടപ്പല്ലേ? നിനക്ക് വേറെ ഒരു പണിയുമില്ലേ? പെൺകുട്ടികൾ എങ്ങനെയായിരിക്കണമെന്ന് നീ ശിവാനിയെ കണ്ടുപഠിക്ക്. ഇന്നലെ പൂജയൊക്കെ അവൾ എത്ര നന്നായിട്ട് നടത്തി. നിന്റെ കാര്യോ എപ്പ നോക്കിയാലും മൊബൈലെന്നും പറഞ്ഞ് നടന്നു. ആഹാ, എന്താണ് പെണ്ണുങ്ങളുടെ സഭയിൽ ഒരു പുതിയ ചർച്ച? മാറ്റർ എന്താണെന്ന് ഞാനിവിടെ അറിയട്ടെ. ഒന്നുമില്ലടാ. അതെ, ഇന്നലെ പൂജയുടെ കാര്യങ്ങളൊക്കെ ശിവാനി നന്നായിട്ട് ചെയ്തില്ലേ, അത് പറയായിരുന്നു. ഓഹോ, അങ്ങനെയാണെങ്കിൽ എല്ലാ ക്രെഡിറ്റും ശിവാനിക്കാണെന്ന് സാരം. സത്യമല്ലേ? അവൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമല്ലേ ഇവിടെ എല്ലാം നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. അല്ല മോം,
ഇവിടുത്തെ മരുമകളെ ഈ റേഞ്ചിൽ പുകഴ്ത്തുവാണെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന മരുമകന്റെ കാര്യം എന്തായിരിക്കും? മോളെ, പുകഴ്ത്താനുള്ള റേഞ്ച് ഉണ്ടെങ്കിൽ നിന്റെ ഭർത്താവിന് എന്റെ ചേച്ചി പുകഴ്ത്തിക്കോളൂ. ഇല്ലെങ്കിലേ ഇറങ്ങി പോടാ എന്നും പറയും. അതെ, അളിയൻ വന്നു. ഇവളുടെ വയറ്റിൽ നിന്ന് നാഗമാണിക്യം പുറത്തെടുത്തില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ എന്റെ ശക്തികൾ എനിക്ക് തിരികെ കിട്ടില്ല. എന്താ ഇപ്പൊ ചെയ്യാ? എങ്ങനെയും അത് പുറത്തെടുക്കണം. മാമോളെ ശിവാനി, നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത്. അതെ മോളെ, നിന്നെ പുകഴ്ത്തുകാരനൂടെ ചേച്ചി. ശിവാനി, 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 ശിവാനി എന്ത് പറ്റി? തൃശൂൽ, ശിവാനി, തൃശൂൽ, ശിവാനി എന്താ പറ്റി? മോളെ തനീഷ, കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. ശരി. ശിവാനി, നീ എന്ത് നോക്കി നിൽക്കുക? വേഗം ഡോക്ടറെ വിളിക്ക്. അവിടേക്ക് കിടത്താം. പിടിക്ക്, പതുക്കെ. ഡോക്ടറെ, നമ്മുടെ ശിവാനി ഇവിടെ തലചുറ്റി വീണു. ഒന്ന് ഇവിടേക്ക് വരാമോ? ഡോക്ടർ, എന്റെ ശിവാനിക്ക് ഇതെന്താ പറ്റി? ടെൻഷൻ ആവേണ്ട കാര്യമില്ല തൃശൂർ, നീ ഒരു അച്ഛനാവാൻ പോകുന്നു. ബാബ, എന്റെ വീട്ടിലുള്ള ഇച്ഛാധാരി നാഗറാണിയെ കൊന്ന് അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ നാഗമാണിക്ക് ഞാൻ സ്വന്തമാക്കാൻ ശ്രമിച്ചതാ. പക്ഷേ എന്ത് സംഭവിച്ചു? അവള് ഗർഭിണിയാണ് ബാബ. അവളുടെ വയറ്റിന്ന് നാഗമാണിക്യം എങ്ങനെ പുറത്തെടുക്കുമെന്ന് എനിക്കൊരു പിടിയില്ല ബാബ. അവളുടെ വയറ്റിലുള്ള നാഗമാണിക്യമാണ് നീ നോക്കേണ്ടത്, അല്ലാതെ നോക്കേണ്ടത് കുഞ്ഞിനെ അല്ല ദിഗ്വിജയ. ശത്രു ഗർഭിണിയാണെങ്കിലും ശത്രു തന്നെയാണ്. അവൾ മരിച്ചാലേ നാഗമാണിക്യം ലഭിക്കുകയുള്ളൂ എങ്കിൽ ഒന്നും ആലോചിക്കണ്ട, കൊന്നുകളഞ്ഞേക്കൂ. ആ നാഗറാണി ഇപ്പോൾ ഏതവസ്ഥയിലായിരുന്നാലും ശരി, അത് നിനക്ക് അപകടമാണ്. ഓർത്തോ നീ, കാർഗോടക അമാവാസിയുടെ പ്രഭാവം വരാൻ പോകുന്ന അമാവാസി വരെയും ഉണ്ടാകും. ആ സാഹചര്യം ഉപയോഗിച്ചാൽ മാത്രമേ നിനക്ക് വിജയമുണ്ടാകൂ. അങ്ങനെ ആവട്ടെ ബാബ. അവളുടെ വയറ് കീറിയാണെങ്കിൽ പോലും നാഗമാണിക്യം ഞാൻ സ്വന്തമാക്കും. അതിന്റെ ശക്തി ഞാൻ നേടിയിരിക്കും. ശരി, പോയിക്കോളൂ. എന്നാൽ ഒന്നോർമ്മയിലിരിക്കട്ടെ, നീ എന്ത് ചെയ്യണമെങ്കിലും വരുന്ന അമാവാസി വരെയേ സമയമുള്ളൂ. മനസ്സിലായി ബാബ, ഉറപ്പായും ഞാൻ ചെയ്തിരിക്കും. എന്റെ മരുമകളെ കൊന്ന് നാഗമാണിക്യം ഞാൻ സ്വന്തമാക്കിയില്ലെങ്കിൽ എന്റെ ഇത്രയും വർഷത്തെ ശ്രമങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം വെറുതെ ആയി പോവില്ലേ ബാബ? അത് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നാഗമാണിക്യത്തിന്റെ സമ്പൂർണ്ണ ശക്തിയും വേണം. അതെനിക്ക് ലഭിക്കണമെങ്കിൽ എന്റെ മരുമകൾ മരിച്ചിരിക്കണം. അവളെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും ബാബ, കൊന്നിരിക്കും. വിജയ് ഭവ. ജയ് മഹാകാളി. എന്താ മുതലാളി ഇവിടെ വന്നിരുന്ന് ആലോചിക്കുന്നത്? ഓ, അച്ഛനെന്ന സ്ഥാനം കിട്ടിയല്ലോ, അതുകൊണ്ട് ആ തലയെടുപ്പി വന്നിരിക്കുമായിരിക്കും അല്ലേ? തൃശൂർ, എനിക്ക് അമ്മയുടെ ഉത്തരവാദിത്തം, നിനക്ക് അച്ഛന്റെ ഉത്തരവാദിത്തം. നമ്മുടെ സ്നേഹം പകർന്നു കൊടുക്കാൻ നമ്മുടെ കൂടെ ഒരു കൊച്ചു രാജകുമാരൻ. എനിക്ക് എത്ര സന്തോഷം തോന്നുന്നെന്ന് അറിയാമോ തൃശൂർ? നിന്റെ പിറന്നാളിന് ഇതൊരു സന്തോഷ വാർത്തയാ അല്ലേ? എന്താ തൃശൂർ, നമ്മുടെ കുഞ്ഞിനെ നിന്റെ മടിയിൽ കിടത്താൻ പോവാണ്, എന്നിട്ട് നിനക്ക് ഇത്തിരി പോലും സന്തോഷം തോന്നില്ലേ? തൃശൂർ, എന്തുപറ്റി? എന്താ ഇങ്ങനെ? ഒന്നുമില്ല ശിവാനി,
നീ എന്തോ ഒരു സർപ്രൈസ് തരാന്ന് പറഞ്ഞിരുന്നല്ലോ, അതിതായിരുന്നോ? ഇത് തന്നെ. അല്ല അത് ത്രിശൂൽ, നമുക്ക് ഉടനെ അമ്പലത്തിൽ പോണം. വേഗം തയ്യാറാവ്. ഞാൻ റെഡി ആയിട്ട് വരാം. വേഗം. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഈശ്വര? എന്താ എനിക്കൊന്നും ഓർമ്മ വരാത്തത്? എനിക്ക് ഇതിന് മാത്രം മറവിയാണോ? ഓ